ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് കൂടെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നൊരു വൈകുന്നേരം തൊട്ട് രാത്രിയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എന്തായാലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീഡിയോ അല്ല, ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ തലകോതിക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ കുറേ തുണി കഴുകാനാണ്. ഏകദേശം ഒരാഴ്ചത്തോളമായെന്ന് തോന്നണം തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം മേലെ ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വെച്ച് കൈയോടെ കുളിക്കണം. അങ്ങനെ രാവിലെ കുളിക്കുന്ന പതിവൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും കുളിച്ചിടണം. കുളിച്ച ടൈമിൽ മുടി ഫുള്ള് ഉടക്കായിരുന്നു. കാരണം ചുരുണ്ട മുടി കൊണ്ട് പെട്ടെന്ന് ഉടക്കാവുന്നതുകൊണ്ട്. അപ്പോൾ മുടി വാരിക്ക് ഉടക്കറുത്ത് കെട്ടി വെച്ചില്ലെങ്കിൽ പണി കിട്ടോ. ഭയങ്കര ഒരു ചെടയാവും മുടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മുടിയൊന്ന് കൈയോടെ തന്നെ പിന്നി കെട്ടിയിട്ട് അപ്പോൾ കൈയോടെ തന്നെ പിന്നി കെട്ടാമെന്ന് കരുതി. ഇല്ലെങ്കിൽ പണി കിട്ടും, മുടി ഫുള്ളും ചെടയാവും. അതുകൊണ്ട് പിന്നി കെട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കരുതി. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു സിങ്കിൽ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് കരുതി. എന്തൊക്കെയോ പാട്ട് പാടുന്നുണ്ട് ഇങ്ങനെ തുള്ളുന്നു. അപ്പോൾ മുടിയൊക്കെ പിന്നി കെട്ടി ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ അമ്മൂമ്മേനെ കളയത്തുള്ളൂ എനിക്ക് മുടിയില്ലെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എനിക്ക് കുറച്ച് മുടി ലെങ്ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മുടി പൊഴിയുന്നുണ്ടെങ്കിലും മുടി ലെങ്ത്ത് വെക്കുന്നുണ്ട്. ഞാൻ മുടി തുമ്പ് കട്ട് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. മുടി ഫുള്ളും പൊട്ടിയിട്ട് അങ്ങനെ ഡാമേജ് ആവാറുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞ് ചീപ്പ് വെച്ചിട്ടൊന്നും എൻ്റെ മുടിയിൽ ഉടക്കിറക്കാനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ ഗ്യാപ്പുള്ള ചീപ്പാണ്, വലിയ ചീപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാത്രം ഫുള്ളും വാരി സിങ്കിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് സിങ്ക് ഫുള്ളൊന്നും കഴുകിയിട്ടിട്ടുണ്ട്. പാത്രം കഴുകാറുള്ളത് അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ഒതുക്കിയതിന് ശേഷം തേയില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് ചാൻ്റെ അച്ഛനും ഒരു ഗ്ലാസ് എനിക്കുണ്ട്. കുറേ ഞാൻ തേയിലയൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ സമയം ഇരുന്നിട്ടിങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇതല്ലേ. അതൊക്കെ കണ്ട് തേയിലയൊക്കെ കുടിച്ചതിന് ശേഷം ബാക്ക് സൈഡ് തൂക്കാറുണ്ടാകുന്നുണ്ട്. ബാക്ക് സൈഡ് അങ്ങനെ എന്നും തൂക്കാറൊന്നുമില്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ എന്നും തൂക്കാറുള്ളത്. കാരണം ബാക്ക് സൈഡ് നല്ല ചവറാവുമ്പോഴത്തേനൊക്കെ പറഞ്ഞാട്ടോ തൂക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ലേ, തൂക്കില്ല എന്നല്ല, തൂക്കും. അപ്പോൾ വീട് ഫുള്ളും ചല്ലിയിട്ടിട്ടുണ്ട്. അപ്പം ചല്ലി ഫുള്ളും ഇങ്ങനെ നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെ കയറുന്ന വഴിയുടെ അവിടെ ഫുള്ളും ചല്ലിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കാലിൽ ഫുള്ളും ചല്ലി കുത്തി കയറാണ് കേട്ടോ. ബാക്ക് സൈഡാണല്ലോ, അപ്പോൾ നമുക്ക് ഫുള്ളും ചവറ് കൂടുതൽ കുമിഞ്ഞ് കിടക്കുക. അപ്പോൾ രാവിലെ തുണി നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു, മഴക്കോളുണ്ടായിരുന്നു. അപ്പം തുണിയൊക്കെ പോയി എടുത്തിട്ട് 7-7:30 ആയപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു കുട്ട തുണി ഉണ്ടായിരുന്നു മടക്കി വയ്ക്കാൻ. ഒരാഴ്ചത്തോളമുള്ള തുണി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തൊരു 2 കോംബോ പറഞ്ഞ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്നിൽ ഞാൻ ഇട്ട തുണിയൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്നിട്ട് 2 വാങ്ങിയത് അങ്ങനെയാണ്. പിന്നെ ഒന്നിൽ ഞാൻ എൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ തുണിയെല്ലാം കൂടെ എൻ്റെ തുണിയുടെ കൂടെയൊക്കെ മിക്സ് ആയിട്ടാണ് ഇട്ട് കിടക്കുന്നത്. അപ്പോൾ കുഞ്ഞ് വെച്ചല്ലോ, അപ്പോൾ എപ്പോഴും ആ തുണി ആവശ്യം കാരണമുണ്ട്. പിന്നെ ഞാൻ വെച്ചാൽ അതിന് കുഞ്ഞിൻ്റെ തുണി ഇട്ട് വയ്ക്കണം. അപ്പോൾ ഓരോരുത്തരുടെ തുണിയായിട്ട് മടക്കി കൊണ്ടൊക്കെ ഇരിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ തുണി. ഇല്ലെങ്കിൽ അവിടെ അങ്ങ് കിടക്കും, അതിൻ്റെ പുറത്തിട്ട തുണിയൊക്കെ കൊണ്ടിട്ട് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കും. മറ്റേത് കൈയോടെ അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ജോലിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് തൂത്തുവാരി, ഇതിപ്പോൾ റൂം തൂക്കുന്ന വീഡിയോ ഉണ്ട്. ഞാൻ അടുത്ത വീടൊക്കെ ഒന്ന് തൂത്തുവാരിയതിന് ശേഷം രാത്രി അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മാഗി കഴിക്കാൻ കൊതി തോന്നി. അങ്ങനെ ഞാൻ മാഗി വാങ്ങാൻ വേണ്ടി ചേട്ടൻ റോഡിൽ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ മാഗി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴത്തേനും അങ്ങനെ ആ മാഗി ഞാൻ ഉണ്ടാക്കി കുളമാക്കി അതിൽ കുറച്ച് തക്കാളിയൊക്കെ എരിഞ്ഞിട്ട്, പണ്ടൊക്കെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് സൂപ്പ് പോലെ അനുസരിച്ച് വെള്ളം പോലെ മാഗി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം, ഇങ്ങനെ കട്ടിயாக ഉണ്ടാക്കുന്നതിനേക്കാളും വെള്ളം പോലെ ഉണ്ടാക്കുന്നത് ഇഷ്ടം. അപ്പോൾ അത് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇത്രയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യണം. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാഗി ഫുള്ളും ചളമാക്കി ഞാൻ ഉണ്ടാക്കി. കുഞ്ഞു പിള്ളേർക്ക് പോലും വേണ്ടായിരുന്നു എൻ്റെ മാഗി. പക്ഷെ ഞാൻ കഴിച്ചിട്ടോ, ഞാൻ അത്രയും കഴിച്ചു. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്താ കിട്ടിയാലും ഞാൻ കഴിക്കുന്നു. ഒരു ടൈപ്പാണേ.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.